നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 11 തീയതി 1200 ആണ്ട് വൃശ്ചിക മാസം 26 തീയതി ബുധനാഴ്ച. ഇന്ന് ഉദയനക്ഷത്രവും രേവതിയാണ്. ഇപ്പോൾ ബുധനാഴ്ചയും രേവതി നക്ഷത്രവും വളരെ പ്രത്യേകതയുണ്ട്. കാരണം ബുധനിലാണ് രേവതിക്കാരെല്ലാം ജനിക്കുന്നത് തന്നെ. അവരുടെ മാതൃഗ്രഹവും കൂടിയാണ് ബുധൻ. അപ്പോൾ ബുധനാഴ്ചയും രേവതി നക്ഷത്രവും ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാവും. ഇന്നിപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും, ഒരു ഇൻ്റർവ്യൂവിന് പോയാലും, അല്ല ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും, ഒരാളിനെ അപ്രോച്ച് ചെയ്താലും ഇന്നത്തെ ദിവസം വളരെ അനുകൂലപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാണ്. ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ ഉയർച്ചയും പുരോഗതിയും ഉന്നതിയെയും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ രേവതിക്കാർക്ക് ഇപ്പോൾ ഏഴര ശനിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, അതായത് വൃശ്ചിക മാസത്തിലെ രേവതി നക്ഷത്രം, ഭാഗ്യദായകമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതിന് സംശയം വേണ്ട. ജോലി പ്രധാനമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ പുരോഗതിയിലേക്ക് നയിക്കും. അതാണ് ബുധൻ്റെ പ്രത്യേകത. ഉദ്യോഗം ഇല്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും, ബിസിനസ്സുകാർക്ക് ബിസിനസ് പുരോഗതി കൊടുക്കും, പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല വിദ്യാവിജയം, വിദ്യയിലൂടെ നല്ല ശോഭിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇറങ്ങുന്ന കാര്യങ്ങളെ വിജയിപ്പിക്കുന്ന ഒരു പീരീഡ് തന്നെയാണ്. അപ്പോൾ ബുധനെ മാക്സിമം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ബുധൻ്റെ ദേവത ശ്രീകൃഷ്ണസ്വാമിയും അതുപോലെ മഹാലക്ഷ്മിയൊക്കെയാണ്. അപ്പോൾ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ഒക്കെ ദർശനം ചെയ്യണം, പ്രാർത്ഥിക്കണം, നമുക്ക് പെട്ടെന്ന് ഗുണഫലം സിദ്ധിക്കാൻ. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. രാവുകാല സമയം വരുന്നത് ശരിക്ക് ഉച്ചയ്ക്കാണ് രാവുകാലം വരുന്നത്. 12:18 തൊട്ടാണ് രാവുകാല സമയം ആരംഭിക്കുന്നത്. 1:44 വരെ രാവുകാലമുണ്ട്. അപ്പോൾ രാവുകാല സമയം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ എങ്കിലും യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. അപ്പോൾ ഗുളികകാല സമയം വരുന്നത് 10:52 തൊട്ട് 12:18 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് രാവിലെ 8:01 തൊട്ട് 9:26 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:54 തൊട്ട് 12:42 വരെയാണ്. കാരണം രാവുകാലമൊക്കെ അടുത്ത് വരുന്ന സമയത്താണ് വരുന്നത് കൊണ്ട് നമ്മൾ ആകിലും അല്ലാതെ തന്നെ ശുഭപ്രദമായ ദിവസമായതുകൊണ്ട് ഈ സമയത്തിന് അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുക. കാരണം ബുധൻ്റെ ഏറ്റവും പോസിറ്റീവ് നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി പച്ച കളറോ പച്ച മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുന്നത് വളരെ ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.